ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. വീണ്ടും ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു ഫ്രണ്ടാണ് എന്നുള്ളതാണ്. കൂടാതെ GST കട്ട്, ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരാഴ്ച പ്രതീക്ഷ അർപ്പിക്കുന്നത്. FISൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 10 ദിവസമായിട്ട് സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പുതിയ പ്രസ്താവന ആ ഒരു സെല്ലിങ്ങിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് നിക്ഷേപകരുടെ വിശ്വാസം. GST കട്ട് എസ്പെഷ്യലി ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനീസ് അവരുടെ വാഹനങ്ങളുടെ വില കുറയ്ക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. മഹേന്ദ്ര, ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇതിൽപ്പെടും. എന്നാൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന കമ്പനീസ് GST ലെവിയും കൂടാതെ തന്നെ പ്ലാറ്റ്ഫോം ഫീസ് ഇവർ വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ഡെലിവറി കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു അനുമാനം. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ ഡോ ഫ്യൂച്ചറാണ്, 45 പോയിൻറ്റ് പ്ലസ്സാണ്. ജപ്പാൻ മാർക്കറ്റ് 773 പോയിൻറ്റ് പ്ലസ്സാണ്, 1.8% ഒരു റാലി. കൊറിയയും ചൈനയും പോസിറ്റീവിൽ തന്നെ തുടരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനും ഒരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗ്ലോബൽ ഈവൻറ്റ് ഈ ഒരാഴ്ച ശ്രദ്ധിക്കണം. കാരണം ഇന്ത്യയുടെയും US-ൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്ന ഒരു ആഴ്ചയാണിത്. ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ ഈവൻറ്റ് US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ സെപ്റ്റംബർ 11-നാണ്. അതുപോലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ത്യ കാണാം സെപ്റ്റംബർ 12-നാണ് ഇന്ത്യയുടെ, സെപ്റ്റംബർ 11-ന് US-ൻ്റെ. മറ്റുള്ള കുറേ ഈവൻറ്റുകളുണ്ട്. ചൈനയുടെ ഇൻഫ്ലേഷൻ ഉണ്ട്, യൂറോസോൻ്റെ ഇൻഫ്ലേഷൻ ഉണ്ട്. ഇത് നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ, ഇന്ത്യയുടെയും US-ൻ്റെയും ചൈനയുടെയും എല്ലാം തന്നെ പണപ്പെരുപ്പ നിരക്ക് വരുന്ന ഒരാഴ്ച തന്നെയാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ആഴ്ചയാണ്. ഓരോ ദിവസവും ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഈവൻറ്റ് ഉണ്ട് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 24,741 സ്പോട്ടുള്ളത്. 25,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ടും 24,500 സപ്പോർട്ട് സോണായിട്ടും ഈ ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിഫ്റ്റി നിലനിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ BHEL കമ്പനി ഇവർ സിംഗപ്പൂർ ഹൊറിസോൺ ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു പുതിയ മാനുഫാക്ചറിങ് കമ്പനി ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഓറോബിൻഡോ ഫാർമ US-ലെ ഡ്രഗ് കൺട്രോൾ ഇവരുടെ തെലങ്കാനയിലുള്ള ഒരു പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി. EIR റിപ്പോർട്ട് കിട്ടിയില്ല. 8 ഒബ്സർവേഷൻസ് അവർ റൈസ് ചെയ്തിട്ടുണ്ട്. PNB ഹൗസിംഗ് ഫിനാൻസ് 5,000 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സൈഡസ് ലൈസൻസ് കമ്പനി ഇവരും US-ലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഗുജറാത്തിലുള്ള ഒരു പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി. EIR റിപ്പോർട്ട് കിട്ടിയില്ല, ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട്. സ്പൈസ് ജെറ്റ് കമ്പനി നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തു. 234 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 158 രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനിയാണ്. അദാനി പവർ കമ്പനി ഭൂട്ടാനിൽ ഒരു പുതിയ 570 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഹൈഡ്രോ ഇലക്ട്രോണിക്കൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. ഏജിസ് ലോജിസ്റ്റിക് കമ്പനി 99 കോടി രൂപയുടെ പുതിയ ലോജിസ്റ്റിക് എക്സ്പാൻഷൻ മുംബൈ പോർട്ടിൽ നടത്താൻ തയ്യാറായി. ആംബർ എൻ്റർപ്രൈസസ് കമ്പനി 1,200 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്ത് ഇവരുടെ ഇലക്ട്രോണിക് ഡിവിഷൻ ഇവർ എൻഹാൻസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.